ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വെറും ഡേ അല്ല, നമ്മുടെ ധ്രുവക്കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ചെന്നപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോയി. ഇപ്പം നമ്മുടെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പേര് കൊമരഞ്ചിറ ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഓൾറെഡി സദ്യയുടെ കറികളും കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും പായസം നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ സ്പെഷ്യലായിട്ട് ധ്രുവബേബിക്ക് വേണ്ടി ഞാൻ ഒരു സേമിയ പായസം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാ ചേട്ടന്മാരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ധ്രുവക്കുട്ടിക്ക് 4 ചേട്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ തിരക്കായിരുന്നു. പക്ഷേ ചേട്ടന്മാരെല്ലാം മാനേജ് ചെയ്തു കേട്ടോ. ചേട്ടന്മാരുള്ള കാരണം ധ്രുവബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. നേരം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് എല്ലാം ഫുഡും കാര്യമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പായസമാണ് ഒന്ന് ഇത്തിരി ലേറ്റായത്. അടപ്രഥമനും അതുപോലെ തന്നെ ഗോതമ്പ് പായസമാണ് പുറത്തുനിന്ന് വാങ്ങിയത്. പിന്നെ എന്തായാലും എൻ്റെ ഉണ്ണിയുടെ ആദ്യത്തെ പിറന്നാളല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയത്. എനിക്ക് ഫേവറേറ്റ് ആണ്. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു സേമിയ പായസം കേട്ടോ. അപ്പോൾ എല്ലാ ചേട്ടന്മാരും വന്നിട്ട് അവളെ പാമ്പർ ചെയ്യണം. എൻ്റെ പത്രാസിലാണ് അവൾ ഇരിക്കുന്നത്. പിന്നെ വേറെ ആരും വേണ്ടാത്ത പോലെ അതെല്ലാവർക്കും ടാറ്റ് കൊടുത്തിട്ട് എങ്ങോട്ടോ പോണ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ചേട്ടന്മാർ 4 പേരും മത്സരിച്ചിട്ടാണ് ധ്രുവബേബിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ചേട്ടതാ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ട് പോസ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇവർ 5 പേരും ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഇല്ല കയ്യിൽ. അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാണ് വൃത്തിയാക്കുന്ന പരിപാടിയിൽ ബാക്കിൽ ചൂലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഫുഡ് വിളമ്പാറായി കേട്ടോ. അപ്പോൾ സമയം വൈകാൻ ഞങ്ങൾക്ക് ഫുഡ് വിളമ്പാണ്. അപ്പോൾ ഇവരൊന്നും അങ്ങനെ ഫുഡ് കഴിക്കുന്നവരൊന്നും അല്ല. എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്, നമ്മുടെ ധ്രുവക്കുട്ടി ഉൾപ്പെടെ. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ അച്ഛനും ഫുഡൊക്കെയായിരുന്നു. അങ്ങനെ സദ്യ വിളമ്പി. ധ്രുവക്കുട്ടിക്ക് പിന്നെ ഇങ്ങനെ മറ്റുള്ളവർ തീറ്റിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ ആദ്യം അച്ഛനാണ് കൊടുക്കുന്നത്. മൂപ്പരാൾക്ക് കഴിക്കുന്ന ഒരു ആഗ്രഹമേ ഇല്ല, ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹമേ ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് തരുന്നു. പിന്നെ ചേട്ടൻ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ കൊടുക്കണു. അങ്ങനെയൊക്കെ ഉണ്ടത്. ആദ്യ ചേട്ടന് കൊടുത്തു. പിന്നെ ഇപ്പുറത്ത് ആദ്യ ചേട്ടൻ തൊട്ടടുത്തൊരു ചേട്ടന്മാർക്കൊക്കെ കൊടുത്തു. പിന്നെ അവൾ ഒരു അതുപോലും വായിൽ വെക്കുന്നില്ല. പിന്നെ അച്ഛന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവൾ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെയും ആദ്യച്ചേട്ടനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ആദ്യച്ചേട്ടന് മതിയായി കഴിച്ചിട്ട് ഭ്രാന്ത് വന്ന് എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഇടയിൽ ചേട്ടൻ കുറച്ചൊക്കെ അവൾക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടാത്ത ചേട്ടന്മാർ വരിയായി നിൽക്കുകയാണ്. അടുത്ത ചേട്ടൻ വന്നു. മൂത്ത ചേട്ടൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൈ കൊണ്ട് ചോറ് കിട്ടാത്തവരുടെ ടേണാണ്. മറ്റേ ചേട്ടന് വേണ്ടത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടാത്തതാണ് നമ്മുടെ ഏറ്റവും താഴെ ചേട്ടനും വന്നിട്ട് പാച്ചു ചേട്ടനും വന്നിട്ട് പാച്ചു ചേട്ടനും ചോറുണ്ട് പോയി. അതിൻ്റെ ഇടയിൽ വിളമ്പാൻ വന്ന അമ്മമ്മ വന്നിട്ട് അപ്പോൾ അന്ന് അമ്മാമ്മയ്ക്കും കൊടുത്തു ചോറ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ ഇടയിൽ അച്ചാച്ചനും കൊടുക്കുന്ന സീനുണ്ട്. അത് എൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ ഇലയിൽ ഇത്തിരി അവിൽ വഴുത്ത് അവളിത് കുഴച്ച് കുറച്ചൊക്കെ ചോറ് അതിൻ്റെ ഇടയിൽ ചേട്ടൻ വായിൽ വെച്ച് കൊടുത്തിട്ടല്ല. അവളായിട്ട് തിന്നില്ല. ഇനി വേണമെന്ന് പറഞ്ഞിട്ട് ഇനി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും അവളൊപ്പം ഇരുന്നിട്ട് അച്ഛൻ്റെ വയറ് നിറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈവനിങ് എന്ത് ചെയ്തു, ഞങ്ങൾ വൈമോളിലൊന്ന് പോയി. അവിടെ നിന്ന് വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധ്രുവബേബിക്ക് ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. അവളത് എന്തായാലും സൂപ്പറായിട്ട് അവൾ എൻജോയ് ചെയ്തു കേട്ടോ. കാരണം അവൾക്ക് അറിയണ കുറേ ആനിമൽസിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോന്നിനും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അന്നൊരു ദിവസം നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.